നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വന്തം മകള് കണ്ണെത്തും ദൂരത്തുണ്ടായിട്ടും അവളുടെ മനസ്സിൽ ഇരിപ്പിടം നേടാൻ മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരിക. ഇതിൽ പരം ഒരു ഭാഗ്യദോഷം ഉണ്ടോ അയ്യ? ഒരുപാട് സൗഭാഗ്യങ്ങൾ വാരിക്കോരി തന്നപ്പോ ഇങ്ങനെ ഒരു ദൗർഭാഗ്യം ദൈവം നമുക്ക് മനഃപൂർവ്വം തന്നതാവും. ഒരു ദൗർഭാഗ്യത്തിന്റെ പേര് പറഞ്ഞ് പരിതപിക്കാതെ 1000 സൗഭാഗ്യങ്ങളുടെ പേരിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നീ വാ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ നാടൊന്നും എനിക്ക് കണ്ടും കേട്ട് നിൽക്കാൻ വയ്യ. ഞാൻ പ്രതികരിക്കാൻ പോവാ അമ്മേ. വേണ്ട മോളെ, തോറ്റു പോകുന്നത് നമ്മളായിരിക്കും. അവരൊക്കെ വലിയ വലിയ ആളുകളാ. അവരോട് മത്സരിച്ച പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? മത്സരം അല്ലമ്മേ, ഇതെന്റെ ജീവിതമാ. എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. നീ എന്ത് കാണിച്ചാലും അത് ബാധിക്കാൻ പോകുന്നത് എന്റെ മകനെ മോളെ. അവനെ ഓർത്താ എനിക്ക് പേടി. അതെങ്ങനെയാ അമ്മേ സുനീഷേട്ടനെ ബാധിക്കുന്നേ? ഇത് ഞാനും ചെട്ടിയാർ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമല്ലേ എന്ന് നിനക്ക് ഇപ്പൊ തോന്നും. പക്ഷെ മോളെ, നീ ഇവരിൽ നിന്ന് അകലുന്നു എന്ന് തോന്നിയ അതിന്റെ പഴി എന്റെ മോന്റെ മേലാ വീഴുക. അവരവനെ തെരഞ്ഞിറങ്ങും. അവരെ ഇവൻ ഇത്രയും കാലം പറ്റിക്കായിരുന്നു എന്നറിഞ്ഞ അവനെ അവര് വെറുതെ വെച്ചേക്കോ? നിന്നോട് അവര് ക്ഷമിച്ചേക്കും. കാരണം നീ ചെട്ടിയാരെ വീട്ടിലെ പെണ്ണാണെന്നാണല്ലോ അവര് പറയുന്നത്. പക്ഷെ എന്റെ മോൻ, അവനെ ആര് സംരക്ഷിക്കും? ഞാൻ സംരക്ഷിക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ എന്റെ സുനീഷേട്ടനെ ഞാൻ സംരക്ഷിക്കും. നിനക്ക് അവനോടുള്ള ഇഷ്ടം എനിക്കറിയാം മോളെ. നിന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മോളെ, ചെട്ടിയാരുടെ വീട്ടുകാരോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് അത് മാത്രം പോരാ. നീ വിചാരിച്ചാ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ സ്വന്താക്കാൻ അവൻ എന്തും ചെയ്യും. അറിയാലോ, അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോ അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ. എനിക്ക് പേടിയാ മോളെ. നീ അവനെ സ്നേഹിച്ചില്ലെങ്കിൽ, ചെട്ടിയാരെ വീട്ടിലെ പെണ്ണാന്ന് നീ അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ, അവരെന്റെ മോനെ പറയുമ്പോ മോൾക്ക് സങ്കടം തോന്നരുത്. അഥവാ നാളൊരിക്കൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന, നിനക്ക് അവനെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടി വന്ന, ഈ അമ്മയ്ക്ക് അവനെ ജീവനോടെ തിരിച്ചു തന്നേക്കണേ അമ്മേ. എന്തു പറ്റി മോളെ? എന്തിനാ നീ കരയുന്നേ? എന്താ കരയാനും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോ? എന്താ അവര് നിന്നോട് പറഞ്ഞത്? ജീവിതം. അയ്യ, അവൾ എന്നോട് കരയില്ലേ റുക്കു? ഒരു ജന്മം മുഴുവൻ കരഞ്ഞവളല്ലേ നീ? ഈ കരച്ചില് ചിരി വിരിയും മുമ്പേ ദൈവം നിനക്ക് അവസാനമായി കൽപ്പിച്ച കണ്ണുനീരാണെന്ന് കരുതിയാ മതി.
ജന്മം നിന്നെ കരയാൻ അനുവദിക്കില്ല. ദൈവം മാത്രമല്ല, ഞാനും. ഏ ദേവി, എല്ലാം ഭംഗിയാക്കണേ. കാലത്തെ എങ്ങോട്ടാ? എങ്ങോട്ടായാലും നിനക്കെന്താ? അല്ല, ഇനി വല്ല പോലീസും പിന്നാലെ അന്വേഷിച്ചു വരുമോന്നറിയാൻ ചോദിച്ചത്. ഈയിടെയായിട്ട് അങ്ങനെയാണല്ലോ പതിവ്. എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? എന്താ എന്താ ഇവിടെ? ഓ, അത് ശരി. എന്നെ വിചാരണ ചെയ്യാൻ ആളെ പറഞ്ഞയച്ചിട്ട് രണ്ടുപേരോട് ഒളിച്ചു നിൽക്കുമായിരുന്നു അല്ലേ? ഒളിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. രണ്ടുപേരെന്ന് പറയുമ്പോ ഞാനും അതിൽ പെടുവല്ലോ. മൈഥിലി, നീ മിണ്ടാതിരിക്കെ. മിണ്ടാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. എന്താടി, എന്താ പ്രശ്നം? ഈ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാ. നന്ദിത, ചന്ദ്ര, നീ എങ്ങോട്ടാ? ഞാൻ പിന്നെ കമ്പനിയില്. കമ്പനിയിലേക്കോ? അതേട്ടാ, കരുവാറ്റയിൽ നമ്മുടെ ടയർ കമ്പനിയില്. എടാ, നീ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാലം കുറച്ചായല്ലോ. അത് പിന്നെ ഇന്നു മുതൽ പോയി തുടങ്ങാന്ന് വിചാരിച്ചു. ആ, നല്ല കാര്യം. ഉച്ച കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. നീ ആ വലിയ കാർ എടുത്തോളൂ, ഞാൻ ചെറിയ വണ്ടി എടുത്തോളാം. ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലും എൻ്റെ അനുജന്മാർ ബുദ്ധിമുട്ടാൻ പാടില്ല. അല്ലേട്ടാ, അത് വേണ്ട. അതെന്താ? നീ പിന്നെ അതുവരെ നടന്നു പോവോ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി വരും. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അതിന് നിനക്കിവിടെ ആരാ കൂട്ടുകാരായിട്ടുള്ളത്? അത് ഏട്ടൻ അറിയില്ല. ഇവിടെ കളർകോടുള്ള ഒരു കൂട്ടുകാരനാ. ഞാൻ 2 മാസം ഒന്ന് മാറി എന്നപ്പോ കഥ ഇങ്ങനെ. ഇക്കണക്കിന് ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതായാൽ ഇതുവല്ലത് ഈ ഭൂമിയിൽ ഉണ്ടാവൂടാ? എന്താ ഏട്ടാ? ഒന്നുമില്ല, വെറുതെ പറഞ്ഞതാ. നീ വിട്ടോ. എന്താ നന്ദിത ഈ കാണിക്കുന്നേ? നീ ഇതെങ്ങോട്ടാ? ഞാൻ പോവാ ചേച്ചി. എന്നെ വേണ്ടാത്തവരുടെ കൂടെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? നിന്നെ ആർക്ക് വേണ്ടെന്ന നീ ഈ പറയുന്നേ? ചന്ദ്രന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്താ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റി ഓർക്കാത്ത? ഒന്നുമില്ലെങ്കിലും ചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ദേഹോപദ്രവം ഇല്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ അവസ്ഥ അതാണോ? വരുന്നത് കടലായാലും കാട്ടുതീയായാലും നമ്മൾ ഒരുമിച്ച് നേരിടും.
പെണ്ണിന്റെ കരുത്ത് മാണിക്യമംഗലത്തെ ആണുങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ നന്ദിതേ.